നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, മലബാറുകാർ ഇതിനെ മസാല ഉണ്ടെന്നും തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിൽ ഇത് ചെമ്മീൻ ഉണ്ട എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണിത്. 4 മണിക്ക് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, അതല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഡിന്നറിന് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വളരെ ലൈറ്റായിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു നാടൻ പലഹാരം തന്നെയാണിത്. ഈദ്, റംസാൻ തുടങ്ങിയ പെരുന്നാളുകൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആവിയിൽ കുക്ക് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഇതിന് കൂടുതലാണ്. ഇനി ഞാൻ നിങ്ങളുടെ സപ്പോർട്ടൊന്ന് ചോദിച്ചോട്ടെ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്യണം. കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഡിഷ് പ്രിപ്പറേഷനിലേക്ക് പോവാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 250 ഗ്രാം കൊഞ്ചാണ്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. ഇത് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പാണ് ചേർക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ആണിത്. ഒരു വലിയ സവാള, 2 ചെറിയ വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇനി നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഒരു കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഇനി കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിലൊന്നുമല്ല ഫ്രൈ ചെയ്യുന്നത്. ഞാനിവിടെ വെറും ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതായത് ഇത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 2-3 പീസായിട്ട്. കാരണം ഇത് ഇത്തിരി വലിയ കൊഞ്ചായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ചെറിയ കൊഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് അരിയേണ്ട ആവശ്യം വരില്ല, അങ്ങനെ തന്നെ മതിയാവും. ഇത് കുറച്ച് വലിപ്പം മീഡിയം സൈസ് കൊഞ്ചായതുകൊണ്ടാണ് ഞാൻ അതിനെ 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3ആയിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഫില്ലിങ്ങിൽ വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. കട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റും, അതാണ് അതിൻ്റെ ഒരു രീതിയും. കൊഞ്ചിനെ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്യാനേ പാടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ കൊഞ്ച് കിട്ടണം. അതുകൊണ്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്തങ്ങ് റബ്ബർ പോലെ ആക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കുറച്ച് വെള്ളം കൊഞ്ചിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അത് കുക്കായി തുടങ്ങിയതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ വെള്ളം കുറച്ചും കൂടെ ബാലൻസ് ഉള്ളപ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ മീഡിയം ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാം. കൊഞ്ചിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളത്തിലും ആ എണ്ണമയത്തിലും ഉള്ളി ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ എപ്പോഴും നോക്കിയതിന് ശേഷമേ ആഡ് ചെയ്യാവൂ. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആകാം. എന്നാൽ 250 ഗ്രാമിന് ഇത് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്യാം. മസാലപ്പൊടികൾ കൊഞ്ചുമായിട്ട് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സ്റ്റേജിൽ തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് മസാല റെഡിയായി കഴിഞ്ഞു. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തേങ്ങ ചേർക്കുന്ന ഫില്ലിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മസാല റെഡിയാവും. തേങ്ങയും ചെറിയ ഉള്ളിയും ഈ കൊഞ്ചും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലൊരു 2-3 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കണം. ചെമ്മീൻ ഉണ്ടയിലേക്ക് വേണ്ട ചെമ്മീൻ മസാല റെഡിയായി കഴിഞ്ഞു. നല്ലതുപോലെ വഴന്ന് എല്ലാം നല്ലപോലെ മിക്സായി. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് മസാല കാണാൻ തന്നെ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിലാണ് മാവ് കുഴച്ചെടുക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അതായത് 1 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണിപ്പോൾ വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. വെള്ളം ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് മാവ് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, കുറച്ച് മാത്രമേ ഇടാവുള്ളൂ. അപ്പം നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് കൈ നമുക്കിട്ട് കുഴയ്ക്കാൻ പറ്റില്ല. ഒരു സ്റ്റീൽ തവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നീളമുള്ളൊരു തവി ഉപയോഗിച്ചിട്ട് കൈ പൊള്ളാതെ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷം പിന്നീട് ഇത് കുഴച്ചെടുക്കാം.
മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഉപയോഗിച്ച് മസാല ഫില്ല് ചെയ്ത് നമുക്ക് ഓരോരോ ബോൾസായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി ഈ മാവിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഈ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതിന് കുറച്ച് കട്ടിയുണ്ട്. ഇനി ഇതിൻ്റെ കട്ടി കുറയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഇത് വലിപ്പത്തിൽ ആയി വരും. ഒരുപാട് കട്ടിയാണെങ്കിൽ മസാല ബോൾസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ചും കൂടെ നല്ലതുപോലെ കനം കുറഞ്ഞ് പരത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല, നമ്മുടെ കൊഞ്ചു മസാല ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഓവറായിട്ട് മസാല ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഫില്ല് ചെയ്താൽ ബോൾ ചിലപ്പം പൊട്ടിപ്പോകും. മാത്രമല്ല നമുക്കിത് നല്ലതുപോലെ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ ആക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. കുറച്ചൊരു ക്ഷമയോടുകൂടി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ നമുക്ക് നല്ലൊരു ബോൾ ഷേപ്പ് കിട്ടും. എല്ലാ മസാല ഉണ്ടകളും നമുക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇവിടെ എല്ലാ മസാല ബോൾസും നല്ലതുപോലെ ഉരുട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് ആവിയിലാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കുന്നത്. ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റീമറിൽ ഒരല്പം ഓയിൽ നമുക്കിങ്ങനെ തടവി കൊടുക്കാം. ഈ മസാല ബോൾസ് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മസാല ബോൾസ് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ മതിയാവും. 20 മിനിറ്റെങ്കിലും മിനിമം വേണം. എന്നാൽ മാത്രമേ ഇത് നല്ലതുപോലെ കുക്കായി വരികയുള്ളൂ. ഇവിടെ ഇപ്പോൾ മസാല ബോൾസൊക്കെ 20 മിനിറ്റിന് ശേഷം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.